കേരളത്തിലെ ഒരു റെപ്യൂട്ടഡ് ഗവൺമെന്റ് ബാങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 45,000 ടു 93,000 വരെ ശമ്പളം വാങ്ങിച്ച് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോയിൽ നിന്ന് പുറത്തു പോകാതെ കണ്ടിന്യൂ കാണുക. വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായി, ഏജ് എന്തായിരിക്കണം, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം ഞാൻ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ്. മൊബൈലിലൂടെ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മൊബൈലിലൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ല വേക്കൻസിയാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാണിച്ച് നിങ്ങളുമായിട്ട് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എന്ത് കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്ന, പോസ്റ്റ് ഏതൊക്കെയാണ്. ഒരുപാട് പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയേറെ പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം, MBA അപേക്ഷിക്കാം, BTech അപേക്ഷിക്കാം. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന്റെ വേക്കൻസിയാണ്. ഇപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനും ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. ഇപ്പൊ കാണുന്നത് യുക്കോ ബാങ്കിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ റിക്രൂട്ട്മെന്റ് ഓഫ് ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഓൺ റെഗുലർ ബേസിക്. നിങ്ങളിത് പെർമനന്റ് ജോബ് ആണ്, റെഗുലർ ബേസിക് ആണ്. ഇത് ടെമ്പററിയോ കോൺട്രാക്ട് ബേസിക്കോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പോ അല്ല, റെഗുലർ ആണ്. ഇവിടെ പറയുന്നുണ്ട് യുക്കോ ബാങ്ക് ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ അപ്പോയിന്റ്മെന്റ് ഇൻ വേരിയസ് പൊസിഷൻ അണ്ടർ ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് കേഡർ. വേരിയസ് പോസ്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ പോസ്റ്റ് ഒരുപാട് പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ട്രേഡ് ഫൈനാൻസ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, ട്രഷറി ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഉണ്ട്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ പോസ്റ്റ് ഉണ്ട്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ പോസ്റ്റ് ഉണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ പോസ്റ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പോസ്റ്റ് ഉണ്ട്, ഫൈനാൻസ് ഡെവലപ്പറുടെ വേക്കൻസി ഉണ്ട്, കോഡ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്, AI/ML എഞ്ചിനീയർ ഉണ്ട്, ഡേറ്റ അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, ഡേറ്റ സയന്റിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, സ്കൈവർ സെക്യൂരിറ്റി ഓഫീസറുടെ വേക്കൻസി ഉണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സ്കൈവർ സെക്യൂരിറ്റി ഓഫീസറുടെ വേക്കൻസി വരുന്നുണ്ടോ എന്ന്. നിങ്ങൾക്ക് ഗവൺമെന്റ് ബാങ്കിൽ, റെപ്യൂട്ടഡ് ഗവൺമെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് സ്കൈവർ സെക്യൂരിറ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഡേറ്റ പ്രൈവസി കംപ്ലൈൻസ് ഓഫീസറുടെ വേക്കൻസി ഉണ്ട്, ഡേറ്റ അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, ഡേറ്റ സയന്റിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, ഡേറ്റ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. JMGS 1 എന്ന് പറഞ്ഞാൽ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ. MMGS 2, MMGS എന്ന് പറഞ്ഞാൽ മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ. അങ്ങനെ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ, മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിലാണ് ഈ ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. ഇത് വേക്കൻസീസ് മെൻഷനഡ് എബവ് ആർ പ്രൊവിഷണൽ ആൻഡ് മേ വെരി അക്കോർഡിംഗ് ടു ആക്ച്വൽ റിക്വയർമെന്റ് ഓഫ് ബാങ്ക്. വേക്കൻസി റിക്വയർമെന്റിന്റെ ആ ഒരു ബാങ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ബേസിക് പേ എന്ന് ഞാൻ 45 പറഞ്ഞത്. പക്ഷെ ഇവിടെ ജൂനിയർ മാനേജർ ആ ഒരു ലെവലിൽ വരുന്നവർക്ക് 48,480 തൊട്ട് 85,920 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ MMGS മിഡിൽ മാനേജ്മെന്റ് 64,840 തൊട്ട് 93,960 കൊണ്ട്. റെപ്യൂട്ടഡ് ബാങ്കാണ്, ഗവൺമെന്റ് ബാങ്കാണ്. നിങ്ങളുടെ സാലറി നല്ല സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു സാലറി എന്ന് പറയുന്ന DA, HRA, ലീസ് അക്കോമഡേഷൻ ആൻഡ് ബാക്കിയുള്ള ഫെസിലിറ്റീസുകൾ വേറെയാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫസ്റ്റ് എന്ന് പറയുന്ന നാഷണാലിറ്റി നിങ്ങൾ ഇന്ത്യൻ ആയിരിക്കണം. എ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഐദർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ സബ്ജക്ട് ടു നേപ്പാൾ. റിലാക്സേഷൻ ഉണ്ട്. ആ കാറ്റഗറി വരുന്നവർ നോക്കണം. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെ റിലാക്സേഷൻ പറയുന്നുണ്ട്. അതർ ബാക്ക്വേർഡ് കാസ്റ്റിന്റെ റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷത്തെ ഉണ്ട്, OBCക്ക് 3 വർഷത്തെ ഉണ്ട്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയോ അംഗവൈകല്യമുള്ളവർക്ക് 10 വർഷത്തെ ഉണ്ട്. ബാക്കിയുള്ള കാറ്റഗറി എക്സ് സർവീസുമാൻ 5 വർഷത്തെ ഉണ്ട്. ആ ഒരു കാറ്റഗറി വരുന്നവർ ഇതൊക്കെ വായിച്ച് നിങ്ങൾ നോക്കുക. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. EWSന് എത്രയാണ് ആ കൺസിഡറേഷൻ ആണ് പറയുന്നത്. ഇനി ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഓരോ വേക്കൻസിയുടെ അനുസരിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ട്രേഡ് ഫൈനാൻസ് ഓഫീസറുടെയാണ് പറയുന്നത്. JMGS 1 ആണിത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മണ്ടറേറ്ററി ഗ്രാജുവേറ്റ് നിങ്ങളായിരിക്കണം. ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രാജുവേറ്റ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം 2 years MBA ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്.
ഫുൾ ടൈം 2 years MBA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വർക്ക് എക്സ്പീരിയൻസ് 1 വർഷത്തെ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ട്രഷറി ഓഫീസർ ഇൻ MMGS2 ആണിത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മണ്ടറേറ്ററി ആണിത്. ഗ്രാജുവേറ്റ് മണ്ടറേറ്ററി ആണ്. ബാക്കി നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 2 years MBA ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമക്കാർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 3 years എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ട് MMGS 2 വരുന്നുണ്ട്. മറ്റത് MMGS 1 പറഞ്ഞത്. MMGS 2 ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മിനിമം 3 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ ആണ് പറയുന്നത്. JMGS 1 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മണ്ടറേറ്ററി പറയുന്നുണ്ട്. നിങ്ങൾ BE ആയിരിക്കണം അല്ലെങ്കിൽ BTech ആയിരിക്കണം. ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ BO BTech ആയിരിക്കണം. ഒരു മിനിമം 1 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ പറയുന്നുണ്ട്. JMGS 1 മണ്ടറേറ്ററി BE BTech നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേത് കാറ്റഗറിയിൽപ്പെട്ടാണെന്ന് നോക്കണം. ഇൻഫോർമേഷൻ ടെക്നോളജി ആണ് പറയുന്നത്. മിനിമം 1 year എക്സ്പീരിയൻസ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇൻ JMGS 1 മണ്ടറേറ്ററി നിങ്ങൾക്ക് BE BTech ആയിരിക്കണം. നിങ്ങൾ ബാക്കി പ്രിഫർ കിട്ടുന്ന ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. മിനിമം 1 year എക്സ്പീരിയൻസ് മതി. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇൻ JMGS ഉണ്ട്. മണ്ടറേറ്ററി BE BTech ആയിരിക്കണം നിങ്ങൾക്ക്. പിന്നെ ഈ ജാവ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. മിനിമം 1 year ആണ് ഇവിടെയും എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഫൈനാൻസ് ഡെവലപ്പർ ഉണ്ട്. BE BTechകാർക്കുള്ളതാണിത്. SQL PL SQL സ്ക്രിപ്റ്റിംഗ് അങ്ങനെയുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് പ്രിഫറൻസ് കിട്ടും. മിനിമം 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഡേറ്റ അനലൈസ്റ്റ് ഇൻ JMGS BE BTechകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ടു ഡേറ്റ അനലൈസിസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കിട്ടും. മിനിമം 1 year എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഡേറ്റ സയന്റിസ്റ്റ് JMGS 1 മണ്ടറേറ്ററി BE BTech ആണ്. BE BTechകാർക്കാണ് കൂടുതൽ. എഞ്ചിനീയർമാർക്ക് വളരെയേറെ വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. മിനിമം 1 year ആണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഇനി സ്കൈവർ സെക്യൂരിറ്റി ഉണ്ട്. മണ്ടറേറ്ററി BE BTech ആയിരിക്കണം നിങ്ങൾ. മിനിമം 1 year എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഡേറ്റ പ്രൈവസി കംപ്ലൈൻസ് ഓഫീസർ ഉണ്ട്. അതിന്റെ ആ ഗ്രാജുവേറ്റ് എന്തായിരിക്കണം വേണ്ട BE BTech തന്നെയാണ് ചോദിക്കുന്നത്. 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഡേറ്റ അനലിസ്റ്റിന്റെ ഉണ്ട്. ബാച്ചുലർ ഡിഗ്രി മതി ഇതിനകത്ത് നിങ്ങൾക്ക്. ബാക്കി പ്രിഫറൻസ് സർട്ടിഫിക്കേഷൻ ഡേറ്റ അനലിസ്റ്റിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. മിനിമം 3 year എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ബാച്ചുലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഇവിടെ ഡേറ്റ സയന്റിസ്റ്റിന് MMGS ബാച്ചുലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ എഞ്ചിനീയർ ഉണ്ട്. മണ്ടറേറ്ററി ബാച്ചുലർ ഡിഗ്രി മതി നിങ്ങൾക്ക്. കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി ബാച്ചുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കേഷൻ ഡേറ്റ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. മിനിമം 3 year എക്സ്പീരിയൻസ് വേണം. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ നോട്ട് എന്താണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഗവൺമെന്റ് ബാങ്കാണ്. നിങ്ങളുടെ പെർമനന്റ് ജോബാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇന്റിമേഷൻ ചാർജസ് ആണ്. നിങ്ങൾക്ക് ഇന്റിമേഷൻ ചെയ്യണം. ബാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്യണം. പരീക്ഷയുടെ ആ ഒരു ഫീസാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. SC STക്ക് 175 രൂപയാണ്. GST കൂട്ടിയാണ് ഈ 175 രൂപ. അതുപോലെ തന്നെ ബാക്കി അതേഴ്സിന് നിങ്ങൾക്ക് 800 രൂപയാണ് GST കൂട്ടി. SC ST അല്ലാത്തവർക്കല്ല 800 രൂപയാവും GSTയുടെ ഉൾപ്പെടുത്തിയാണ്. ഇവിടെ നിങ്ങളുടെ മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നുണ്ട്. സെലക്ഷൻ വിൽ ബി ഡൺ ത്രൂ ഓൺലൈൻ റിട്ടേൺ. നിങ്ങൾക്ക് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ് പെർമനന്റ് ജോബാണ്. ഗവൺമെന്റ് ജോബാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഈ എക്സാമിനേഷനെ പറ്റി പേടിക്കേണ്ട. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിന്റെ ആ ഒരു എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ ആയിരിക്കും ജോലി. പ്രൊവിഷൻ ആൻഡ് സർവീസ് ബോണ്ട് പറയുന്നുണ്ട്. ഇവിടെ JMGSന് 2 year പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ MMGSന് 1 year പ്രൊവിഷൻ ഉണ്ട്. കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഓൺലൈൻ ഒളി ഫ്രം 13 ഈ ജനുവരി 13 തൊട്ട് തുടങ്ങി അടുത്ത മാസം 2-ാം തീയതി വരെ ഉണ്ട്. ഫെബ്രുവരി 2-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ആൻഡ് അപ്ലോഡ് ഓഫ് ഡോക്യുമെന്റ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന്റെ മെഷർമെന്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് മേലോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ആ ഒരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോഗിൻ ടു
HTTPS ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ലിങ്കിലേക്ക് പോകാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്പം സമയം എടുക്കുന്നത് ലോഗിൻ ചെയ്യുവാനായിട്ട്. അപ്പം ഇവിടെ അത് നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു പേജിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ, അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഇനിയുള്ള കാര്യം ശ്രദ്ധിച്ച് കാണണം. കാര്യം ഈ ഒരു പേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരെ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കാരിയർ എന്ന്. ഈ കാരിയർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കാരിയർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് പോകും. അപ്പൊ അടുത്ത പേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് നിങ്ങൾ താഴോട്ട് പോകുക. ഇവിടെ റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇവിടെ ക്ലിക്ക് നിങ്ങൾക്ക് ആകത്തില്ല. ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ലിങ്കിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കാര്യം. അതുകൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ ഞാൻ ഈ ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ തന്നേക്കാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. അല്ലെങ്കിൽ അതല്ല, നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ഒരു കടമ്പയുണ്ട് അവിടെ. അപ്പം 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ലിങ്കിലേക്ക് വരത്തുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ. നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. നേരത്തെ നിങ്ങൾ യുകോ ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ടു ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾ ഇതിനു മുന്നേ യുകോ ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് അറിയാമെങ്കിൽ നിങ്ങൾ ലോഗിൻ ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ആ നമ്പർ കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം, സെക്യൂരിറ്റി കോഡ് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ കമൻസ്മെന്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 13/1 കൊടുത്തിട്ടുണ്ട്. ജനുവരി 13 തൊട്ട് തുടങ്ങി. ക്ലോസ് ഓവർ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 2-ാം തീയതി വരെയുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ പ്രിന്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. നിങ്ങൾക്ക് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ കാര്യങ്ങൾ ടൈറ്റിൽ എന്താണ്, ജെൻഡർ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റിൽ പോകണം. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. വളരെ നല്ല വേക്കൻസിയാണ്, ഗവൺമെന്റ് ബാങ്കാണ്, നിങ്ങൾ പെർമനന്റ് ജോബാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.